ക്ഷേത്രം എങ്ങനെയാണ് മതേതര സെന്റർ ആവുന്നതിന് സംശയമാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സ്പേസ് ആണ്. അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നതും അല്ലെങ്കിൽ അവിടുത്തെ ആചാരം എന്ന് പറയുന്നതും അത് വിശ്വസിക്കുന്ന ആൾക്ക് വിശ്വാസപരമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്പേസ് ആണ്. അതെങ്ങനെയാണ് മതേതര സെന്റർ ആവുന്നത്? അതുപോലെ തന്നെ ഈ ശിവഗിരി തീർത്ഥാടനം, ഈ ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്ന എത്ര മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാം? ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്ന എത്ര ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാം? ഈ ഞാൻ മനസ്സിലാക്കുന്നതെല്ലാം ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നതും അല്ലെങ്കിൽ ശിവഗിരി മഠത്തിലേക്ക് എത്തുന്നതും എല്ലാം ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരാണ്. ഹിന്ദു സന്യാസിയാണ് ശ്രീനാരായണ ഗുരു. ഇപ്പം ഹിന്ദു വിഭാഗത്തിന്റെ ഇടയ്ക്ക് വലിയ രീതിയിൽ സാമൂഹിക പരിവർത്തനവും അത്തരത്തില് ഒരു പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു ഹിന്ദു സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവനെയും ക്ഷേത്രങ്ങളും എങ്ങനെയാണ് ഈ മതേതര സ്പേസ് എന്നുള്ളൊരു ലേബിൾ ചെയ്യുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഈ അടുത്ത സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. ക്ഷേത്രങ്ങളില് ഈ ശ്രീകോവിലിന്റെ ഭാഗത്തേക്ക് ചില നേരത്ത് പലയിടത്തും ഷർട്ട് ഉയരണം എന്നുള്ള രീതിയിൽ നിർബന്ധമുണ്ട് ക്ഷേത്രങ്ങളിൽ. ഈ നിർബന്ധം അനുസരിക്കുന്നവരാണല്ലോ ക്ഷേത്രത്തിൽ ചെല്ലുന്നതും ഷർട്ട് ഊരി അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്തവർക്ക് പുറത്ത് നിന്ന് ഷർട്ട് ഇട്ടുകൊണ്ട് തൊഴാനുള്ള സ്പേസും ക്ഷേത്രങ്ങളിലുണ്ട്. ഇത് അനാചാരമാണെന്നാണ് പറയുന്നത്. ഈ അനാചാരമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? പണ്ട് കാലത്ത് ഈ പൂണൂലില്ലാത്ത ആൾക്കാരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ ഷർട്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇഷ്യൂ വരുന്നത്. ഷർട്ടല്ല, മേൽമുണ്ട് ഉള്ള രീതിയിൽ അത് മാറ്റിക്കയറാം. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ഈ പൂണൂല് കാണാൻ പറ്റും. അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്. അന്നത്തെ കാലമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം സ്റ്റേറ്റ്മെന്റ് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നത്തെ കാലത്തെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് ചെട്ടുകുളങ്ങര അമ്പലം. ഇപ്പൊ ഞാൻ അവിടെ പോകുന്നു എന്ന് കരുതുക. എന്റെ കഴുത്തിൽ പൂണൂലില്ല, ഞാൻ അവിടെ പോകുന്നു. എനിക്ക് അവിടെ അകത്തേക്ക് കയറണം തൊഴാൻ വേണ്ടി. അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഞാൻ ഷർട്ട് ഊരണം. ഷർട്ട് ഊരി ഞാൻ അകത്തേക്ക് കയറുന്നു എന്ന് കരുതുക. നിർബന്ധമായി ഞാൻ ഷർട്ട് ഊരി കയറുന്നു. അതുപോലെ അമ്പലത്തിന്റെ ആചാരമാണ് അല്ലെ? അകത്തേക്ക് കയറും. എന്റെ കഴുത്തിൽ പൂണൂലില്ല എന്നുള്ള പേരിൽ എന്നെ അവിടെ ആരും പിടിച്ചു നിർത്തുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിൽ കയറുന്ന ജാതി നോക്കി ഒരാളെ പൂണൂലില്ലെന്ന പേരിൽ പിടിച്ചു നിർത്തുന്നത്. ഇത് പണ്ടത്തെ കാലത്ത് ഒരു ആചാരമായിരിക്കും. ചിലപ്പോൾ അതിന്റെ പേരിലായിരിക്കും അന്ന് ആ സിസ്റ്റം വന്നത്. പക്ഷെ ഇന്ന് നമ്മൾ അത് എടുത്തു പറഞ്ഞ് വിവാദമാക്കാൻ വേണ്ടി എവിടെങ്കിലും ഒരു കേസ് ഉണ്ടോ? ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിൽ പൂണൂലില്ലാത്തതിന്റെ പേരിൽ ഒരാളെ അമ്പലത്തിൽ കയറുന്നതിൽ നിന്ന് വിലക്കി മാറ്റി നിർത്തി എന്ന് പറയാൻ ഞാൻ കേട്ടില്ല. അടുത്ത കാലത്തൊന്നും കേട്ടില്ല. നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം. അതേസമയം ഞാനൊരു തിരിച്ചൊരു ചോദ്യം, കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പം ഒരു ക്ഷേത്രങ്ങളിലായാലും ഇതുപോലെ ആശ്രമങ്ങളിലൊക്കെ വന്നിട്ട് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, അല്ലെങ്കിൽ ഹിന്ദു മതത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ആചാരം മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് കേരളത്തിന്റെ CM ആണ് പറയുന്നത്. ഇത് CM മറ്റു പല വിഭാഗങ്ങളുടെയും പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് അല്ലെ? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, പല പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അവിടെയൊക്കെ പോയിട്ട് മറ്റൊരു മതം, ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നു, മതസംഘടന പരിപാടി പങ്കെടുക്കുന്നു. അവിടെ ചെന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് സ്ത്രീക്കും പുരുഷനും ഒരു പള്ളിക്കുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാനോ നിസ്കരിക്കാനോ ഒരു സ്പേസ് പള്ളികളിലില്ല? പുരുഷനും സ്ത്രീക്കും ഇടകലർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അത് ലിംഗവിവേചനമല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മുഖ്യമന്ത്രി ജാതിയോ മതമോ എല്ലാം മാറ്റി വെക്കുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു, സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഇക്വാളിറ്റി ഇല്ലാതെ അവരെ മാറ്റി നിർത്തും. ഒരിടത്തിരുന്ന് അവർക്ക് ഒരുപോലെ ഇരുന്ന് ഇടകലർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അവിടെ ഒന്ന് പറയാത്തത്? ഇത് കണ്ടില്ലേ, ഇത് ലിംഗവിവേചനമാണ്, പറ്റില്ല എന്നെന്തുകൊണ്ട് മുഖ്യമന്ത്രി പറയാത്തത്? ഇതേ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇത് മതേതര സെന്റർ ആണെന്നും ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല മതേതര സന്യാസിയാണെന്നും മതത്തിന്റെ ലേബല് ചാർത്തരുത് ശ്രീനാരായണ ഗുരുദേവൻ എന്നൊക്കെ പറയുന്നത്? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡബിൾ സ്റ്റാൻഡ്? അല്ലെങ്കിൽ അവിടെ പോയി പറയണ്ടേ, അതാണ്ട് ഇവിടെ സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നില്ല. പിന്നെ കുറെ തരത്തിലുള്ള വാർത്തയുണ്ട്. ക്ഷേത്രങ്ങളിൽ പലരുടെയും ഈ പരിപാടികൾ അനുവദിക്കുന്നില്ല, മറ്റു മതത്തിൽപ്പെടുന്നവരുടെ പരിപാടി അനുവദിക്കുന്നില്ല, വലിയ പ്രതിഷേധമൊക്കെ വരുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ വരാൻ നേരത്ത് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്. ക്ഷേത്രത്തിൽ ഒരു പരിപാടി വേണ്ടതെന്നൊക്കെ കമ്മിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അത് വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ വരും അല്ലെ, ആ ഒരാൾക്ക് വിശ്വാസമില്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസമില്ല, പക്ഷെ അവർക്ക് പരിപാടി സംഘടിപ്പിക്കണം. അതേസമയം അവരുടെ മതത്തിൽപ്പെടുന്ന പള്ളികളിൽ ഇത്തരത്തിൽ പരിപാടി നടത്താനേ പറ്റില്ല. അവിടെ ഡാൻസ് പറ്റില്ല, ഗാനവേള പറ്റില്ല, അല്ലെങ്കിൽ ക്ലാസിക് ഡാൻസ് പറ്റില്ല, ഒരു തരത്തിലുള്ള നൃത്ത പരിപാടിയും പറ്റില്ല. ആ ആൾക്കാർ ക്ഷേത്രത്തിൽ വന്ന് ഇത്തരം പരിപാടി നടത്തണം എന്ന് വാശി പിടിക്കുകയും ചെയ്യും. ആദ്യം നിങ്ങൾ സ്വന്തം മതത്തിൽപ്പെടുന്ന ആ പള്ളികളിൽ പോയിട്ട് ഇതുപോലെ പരിപാടി സംഘടിപ്പിക്കാനുള്ള അനുവാദം മേടിക്കല്ലേ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അത് നടക്കുന്നില്ല? ക്ഷേത്രങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത് മതേതര സെന്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്?
ഇന്നത്തെ കാലത്ത് ആർക്കും പൂണൂല് വേണം ഒരു നിർബന്ധവുമില്ല ക്ഷേത്രത്തിൽ കയറുന്നതിന്. എന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ് പൂണൂലിന്റെ കാര്യം. ക്ഷേത്രത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നേരത്ത് മറ്റൊരു മതത്തിൽ പെടുന്ന ഒരാൾ, വിശ്വാസിയല്ലാത്ത ഒരാൾ ക്ഷേത്രത്തിൽ പോകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ പള്ളി, ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാർക്ക് പുരുഷന്മാരാണ് പലരും, സ്ത്രീകൾ സിസ്റ്റേഴ്സും ഉണ്ട്. പുരുഷന്മാരായിട്ടുള്ള പള്ളിയിലച്ചന്മാർക്ക് പലതരത്തിലുള്ള പദവികളും അവർ ചെയ്യുന്ന പല ആചാരങ്ങളും ഉണ്ട്. ഇത് സ്ത്രീകളെല്ലാം ചെയ്യണം, സ്ത്രീകളും ആ അത്തരത്തിലേക്ക് വരണം എന്ന് മുഖ്യമന്ത്രി എവിടെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ടോ? ഇതാ പള്ളിയുടെ ആചാരമാണ്, പള്ളിയിലച്ചന്മാർ ചെയ്യേണ്ട ആചാരം അവിടെ ചെയ്തു. ഇതൊരു സ്പേസ് ആണ്, ഇതൊരു വിശ്വാസപരമായിട്ടൊരു സ്പേസ് ആണ്. അതേസമയം നമ്മൾ എവിടെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്, ഒരു പബ്ലിക് സ്പേസിൽ ഒരു പെൺകുട്ടി 10ാം ക്ലാസ് ജയിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് അവാർഡ് മേടിക്കാൻ നേരത്ത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നത് നമ്മൾ കണ്ടാണ് കേരളത്തില്, അല്ലേ? ഇതെവിടെ നടന്നത്? കേരളത്തിലാണ് നടന്നത്. ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസി അല്ലാതെ പിന്നെ വേറെ ആരാ? ചൈനീസുകാരും വല്ലതും അല്ല. പുള്ളി ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് ഹിന്ദു ദൈവങ്ങളെ ആരാധിച്ച് ഹിന്ദു മതത്തില് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദു സന്യാസിയാണ് ശ്രീനാരായണ. ഇപ്പം ശിവഗിരിയിലേക്ക് പോകുന്നവരാ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ റോഡിലേക്ക് നോക്കുക, അല്ലാതെ നിങ്ങൾ ക്രിസ്ത്യൻസിനെ കാണാൻ പറ്റുമോ? ക്രിസ്ത്യാനികളെല്ലാം കൂടെ ശിവഗിരിക്ക് പോകുന്നു, കാരണം മതേതരവാദിയായ ശ്രീനാരായണ ഗുരുദേവനെ കാണാനായിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ ശ്രീനാരായണ ഗുരുദേവനെയോ അല്ലെങ്കിൽ മുസ്ലിംസിന്റെ വീട്ടിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രത്തിൽ മാത്രം മതേതരത്വം പറഞ്ഞിട്ട് ബാക്കിയുള്ള സൈഡിലൊക്കെ അത് അവരുടെ ആചാരമാണ്, അവരുടെ വിശ്വാസമാണെന്ന് പറയുന്നതിന് ഡബിൾ പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഒരു ക്ഷേത്രത്തിലും പൂണൂലിന്റെ പേരിൽ ഇട്ടിട്ടില്ല എന്നുള്ള പേരിൽ ആരും ഇറക്കി വിടുന്നില്ല. ഇപ്പം ഇല്ലാത്തൊരു കലാപരിപാടി ഇപ്പൊ കുത്തിപ്പൊക്കി പറയേണ്ട കാര്യം എന്താണ്? ക്ഷേത്രത്തിനുള്ളിൽ പോകുന്ന ഒരു വിശ്വാസിക്ക് ഷർട്ട് ഊരി കയറണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലെ ആചാരം അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ്. അതേസമയം നോക്കുക, ഒരു പള്ളിയിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഇരിക്കാൻ പറ്റുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ മറച്ചിട്ട് അപ്പുറത്തോക്കും ഇപ്പുറത്തൊക്കെ ഇരുത്തിയിരിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ഇപ്പം ഹിന്ദു മതത്തിനിടയ്ക്ക് നല്ല രീതിയിൽ ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ആൾക്കാരെ വന്നിട്ട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ജാതി ചിന്തകൾ കുറച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ലാത്ത മതഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. മുഖ്യമന്ത്രി പോലുള്ള ആൾക്കാർ അവിടെയൊക്കെ ഫോക്കസ് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് മതേതര സെന്റർ ആവുന്നത്? ക്ഷേത്രം മതേതര സെന്റർ ഒന്നും അല്ല. പലപ്പോഴും മീഡിയക്കകത്തൊക്കെ കേട്ടിട്ടുണ്ട് തൃശ്ശൂർ പൂരം മതേതര എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരം എല്ലാവരും കാണാൻ വരുന്ന ഹിന്ദു ക്ഷേത്രമാണ്, ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന ഒരു ഉത്സവമാണ്. അവിടെ ഹിന്ദു മതത്തിൽപ്പെടുന്ന ഒരു ഉത്സവമാണ് അവിടെ നടക്കുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ എന്തെങ്കിലും പറയുന്നത് മതേതരം ഇത് എന്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കമന്റുകൾ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നവർ ഫോളോ ചെയ്യുന്നവർ പരിഗണിക്കുക. ക്ഷേത്രങ്ങൾ ഒരിക്കലും മതേതര സെന്റർ അല്ല. അത് ഹിന്ദു ഭാഗങ്ങൾക്കിടയിൽ ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടമാണ്.